അങ്ങനെ ലഡു ബേബി വിളിച്ചുണർത്തി റെഡിയാക്കി ഈ ബാഗും പാക്ക് ചെയ്ത് ഞങ്ങളീ പോകാൻ പോകുന്നത് എൻ്റെ പ്രസവരക്ഷയ്ക്കായിട്ടാണ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ അണ്ടറിൽ വരുന്ന മാതൃസ്പർശമാണ് എൻ്റെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ 14 ഡേയ്സ് പാക്കേജ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. IP ആണ് ചൂസ് ചെയ്തത്. 2 ആഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ടെൻഷനുള്ള കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി 14 ദിവസം ഇവിടെയാണ്. ചെന്നപ്പോൾ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഹോംലി ഫീൽ തരുന്ന ഒരിടം, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആരതിയൊക്കെ ഒഴിഞ്ഞ് ഫസ്റ്റ് അവിടുത്തെ സ്റ്റാഫ് നമ്മളെ വെൽക്കം ചെയ്തു. പിന്നീട് നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ കാണിക്കാനായിട്ട് അവർ നമ്മളെ കൊണ്ടുപോയി. ഇവിടെ ഓരോ റൂമിനും ഓരോ പേരുണ്ട് കേട്ടോ. ചന്ദനം, പാരിജാതം, തുളസി, അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഓരോ പേരുണ്ട്. വന്ന പാടെ കുറച്ച് ജാടയൊക്കെ വാരി വിതറി, കുറച്ചധികം ജാടയൊക്കെ വാരി വിതറി കണ്ണാട്ടി ഇതിലേറി ഇരിപ്പായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം നാളെ. രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ വന്ന് വിളിച്ച് എണീപ്പിച്ചു. ഇവിടെ 9 നേരമായിട്ടാണ് ഇവിടെ നമുക്ക് ഫുഡ് തരുന്നത്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ നമുക്ക് ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലും നമുക്ക് തരും. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് സൺബാത്തൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ BP ഒക്കെ നോക്കാനായിട്ട് നമ്മുടെ ആര് വന്നു. അതിനുശേഷം ലഡുവിൻ്റെ മിൽക്ക് ടൈം ആയിരുന്നു. ആ മിൽക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ലഡു പിന്നെ മേമയുടെ അടുത്താണ് ഫുൾ ടൈം. ശേഷം ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളിലേക്കായിട്ട് പോയി. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ലഡു ബേബിയുടെ ബാത്ത് ടൈം ആയിട്ടുണ്ടായിരുന്നു. കുളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കരച്ചിലും കഴിഞ്ഞ് പിന്നെ ലഡു ബേബി ഉറക്കമാണ്. അപ്പോഴേക്കും നമ്മുടെ മേമയ്ക്ക് പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. കഞ്ഞി ഇഷ്ടമല്ലാത്ത ഞാൻ ഉലുവാക്കഞ്ഞി കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പനി ആയാൽ പോലും കഞ്ഞി കഴിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പിന്നെ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ഫസ്റ്റ് ഹെഡ് മസാജ്, പിന്നീട് ഫേസ് മസാജ്, പിന്നെ ഫുൾ ബോഡി മസാജ്, പിന്നെ ഹെയർ പാക്ക്, ഫേസ് പാക്ക്, ഫുൾ ബോഡി പാക്ക്, പിന്നീട് സ്റ്റീം ഉണ്ട്, പിന്നെ 3-4 സൈസ് കിഴികളുണ്ട്. അതിനുശേഷം വേദവെള്ളത്തിലുള്ള കുളി. ഈ ലിപ് ബാമും കൺമഷിയൊക്കെ നമ്മുടെ അഞ്ജു ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ജു ഡോക്ടർ. ഡോക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചേച്ചിയെ പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് എനിക്ക് കോൺഫിഡൻസ് തന്നു. മക്കളെ അത് ചെയ്യണം, ഇത് നിനക്ക് വേണ്ടിയാണ്, മടി കാണിക്കരുത്. കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും മടിയുള്ള ഒരാളാണ്. എൻ്റെ സ്വന്തം കാര്യം പോലും ചില സമയത്ത് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടി തോന്നും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്നെ എൻകറേജ് ചെയ്ത്, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലല്ല അല്ലാതെ പോലും എനിക്ക് പല കാര്യങ്ങളിലും എനിക്ക് കോൺഫിഡൻസ് തന്ന് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഡോക്ടർ. ഡോക്ടർ അമ്മയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചായക്കുള്ള സമയമായി. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് അവരെനിക്ക് പാലാണ് തന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ലഡു ബേബിയായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ലഡു ബേബി ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൂടാണെങ്കിൽ ഭയങ്കര ചിരിയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി കിടക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. ഇന്നൊരു സ്പെഷ്യൽ ദിവസം കേട്ടോ. അതെ, നമ്മുടെ ലഡു ബേബിക്ക് 2 മന്ത്സ് ഇന്ന് കംപ്ലീറ്റ് ആവാണ്. അതുമാത്രമല്ല ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ ആണെങ്കിൽ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി ഒരു കുഞ്ഞു കേക്കൊക്കെ വാങ്ങി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.